കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് മരിച്ച അമാന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ ആഹ്ലാദ പ്രകടനത്തിനിടെ കുട്ടികൾ പടക്കം പൊട്ടിച്ചപ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ 3 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം. സുപ്രഭാതം ലിനറ്റ് വർഗീസ്. ഇന്നലെ സത്യപ്രതിജ്ഞയുടെ ഭാഗമായുള്ള ആഘോഷ പ്രകടനങ്ങൾക്ക് ഇടയിലായിരുന്നു ഈ പടക്കം പൊട്ടിച്ചത്. എങ്ങനെയാണ് ഇത്രയും കുട്ടികൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റത്, ഒരാൾ മരിച്ചത്? സുജയ, ഇന്നലെ 11:30യോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം അഴീക്കോട് പുന്നക്കപ്പാറ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്നത്. കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തിരിക്കുന്നത്. 9 വയസ്സുകാരനായ അമാനാണ് ഇത്തരത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണം സംഭവിച്ചത്. അമാന്റെ മൃതശരീരം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. അതായത് ഇന്നലെ വ്യാപകമായിട്ട് ഈ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ നടന്നതിനെ തുടർന്ന് ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ ഈ ഒരു ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ ഒരു കോൺഗ്രസ് ഓഫീസുണ്ട്. ഈ ഓഫീസിൽ നിന്നാണ് കുട്ടികൾക്ക് പടക്കം കിട്ടിയെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ കുട്ടികൾ ഈ പടക്കം എടുത്തതിന് ശേഷം ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കുന്നത്. ഒരു ചെങ്കൽ കല്ലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ചെങ്കൽ കല്ല് ഈ കുട്ടി വർഗീസ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഇന്നലെ പാർട്ടികളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ചും UDF-ലെ കക്ഷികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതോ ഏതെങ്കിലും ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്ന ഇടത്ത് വെച്ച് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു? ഒരു വ്യക്തതയ്ക്കായാണ്. സുജയ, ഇന്നലെ ഈ തൊട്ടടുത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ ആഘോഷ പ്രകടനങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് കുട്ടികൾ മാത്രമായിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്തു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഒരു ഈ സംഭവം നടന്ന ഗ്രൗണ്ടിന് തൊട്ടടുത്തായിട്ട് ഒരു കോൺഗ്രസ് ഓഫീസ് ഉണ്ടായിരുന്നു. തൊട്ടടുത്തായി ഈ ഒരു കോൺഗ്രസ് ഓഫീസിൽ രാവിലെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട്. പായസ വിതരണവും അതോടൊപ്പം പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ പടക്കം ലഭിച്ചത് എന്നുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കുട്ടികൾ മാത്രമായിരുന്നു ഈ സംഭവ സമയത്തുണ്ടായിരുന്നത്. ഗ്രൗണ്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ചെങ്കൽ കല്ല് തെറിച്ചതിനെ തുടർന്നാണ് കുട്ടികളുടെ ശരീരത്ത് പരിക്കേറ്റത്. ഈ മരിച്ച അമാന്റെ കഴുത്തിനാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും അതോടൊപ്പം രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്നാണ് മരണം സംഭവിച്ചത്. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. അതേസമയം തന്നെ മറ്റ് 3 കുട്ടികൾ, അതായത് അമാന്റെ സഹോദരനടക്കമുള്ള 3 കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിനിടയിലാണോ ഈ സംഭവിച്ചത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആരെങ്കിലും കൊടുത്തതാണോ, കുട്ടികൾ ഈ ഒരു പടക്കം മേടിച്ചുകൊണ്ട് സ്വന്തം ഉപയോഗിച്ചതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സുജയ, ഓക്കെ, അപ്പോൾ അപകടരഹിതമാകട്ടെ നമ്മുടെ ആഘോഷങ്ങൾ. ഒരു കുഞ്ഞിന്റെ ജീവനാണ് പൊലിഞ്ഞത്. ലിനറ്റ് വർഗീസാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.